الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وما هذه الحياة الدنيا إلا لهو ولعب وإن الدار الآخرة لهي الحيوان لو كانوا يعلمون ഏറ്റവും ആദരണീയരായ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇഹപര വിജയവും ലഭിക്കാൻ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു സ്വഭാവ ഗുണം നഫ്സ്, മാനസികമായ ഐശ്വര്യം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നിർബന്ധ ജുമാ ഖുതുബയുടെ പരിമിതമായ സമയത്ത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നഫ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൗതിക ജീവിതത്തിൽ എന്താണോ അള്ളാഹു നൽകിയത് ആ നൽകിയതിൽ തൃപ്തിപ്പെടുന്ന അവസ്ഥക്കാണ് ഗൈനൻ നഫ്സ് എന്ന് പറയുക. വിശുദ്ധ ഖുർആനിൽ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു താങ്കൾ ഒരു ദരിദ്രനായിട്ട് നിരാലംബനായിട്ട് കണ്ടു, എന്നിട്ട് താങ്കൾക്ക് അള്ളാഹു ധന്യത നൽകി, ധന്യത നൽകി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധനികനായിരുന്നില്ല, മരണം വരെ ധനികനായിരുന്നില്ല. അള്ളാഹ് പറയുന്നു താങ്കളെ നാം ദരിദ്രനായിട്ട് നിരാലംബനായിട്ട് ഒരു ആശ്രയമില്ലാത്തവനായിട്ട് കണ്ടു, എന്നിട്ട് താങ്കൾക്ക് നാം ധന്യത നൽകി, ഐശ്വര്യം നൽകി. അപ്പോ മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവട്ടെ ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും തന്റെ പടയങ്കി ഒരു 30 സാഴ് ഗോതമ്പിന് വേണ്ടി മറ്റൊരു ജൂതന്റെ അടുക്കൽ പണയം വെച്ചുകൊണ്ടാണ് മരണപ്പെട്ടു പോയത്, ലോകത്തോട് വിട പറഞ്ഞത്. ആ റസൂലിനോടാണ് അള്ളാഹ് പറയുന്നത് താങ്കൾക്ക് നാം ധന്യത നൽകിയിരിക്കുന്നു, ഐശ്വര്യം നൽകിയിരിക്കുന്നു. അവിടെ എന്താണ്, എത്ര അല്ലെങ്കിലും എന്തൊക്കെ പ്രയാസം ഉണ്ടെങ്കിലും അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ്, അങ്ങനെ ഒരു മനസ്സുണ്ടോ അവൻ ജീവിതത്തിൽ ഐശ്വര്യമുള്ളവനായിരിക്കും. അതാ ഗൈനൻ നഫ്സ് എന്ന് പറഞ്ഞാൽ. നമുക്കൊക്കെ ജീവിതത്തില് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, നൽകപ്പെടാത്ത അനുഗ്രഹങ്ങളുമുണ്ട്.
ഒരുപക്ഷെ നൽകപ്പെടാത്ത അല്ലെങ്കിൽ നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന അനുഗ്രഹം അത് എണ്ണിക്കണക്കാക്കാൻ പറ്റും. എനിക്ക് ഇന്ന അനുഗ്രഹം കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന അനുഗ്രഹം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എണ്ണിക്കണക്കാക്കാൻ പറ്റും. പക്ഷേ നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹം എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹം എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. പക്ഷെ എനിക്ക് ഇനിയും വേണമെന്ന് നമുക്ക് തോന്നുന്ന ആഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. അതാണ് ധന്യത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഗിന അൻ കസറത്തിൽ അർളി, ധാരാളം ആവശ്യങ്ങൾ ഉണ്ടാവുക എന്നതല്ല, എന്നിട്ട് അത് നിർവഹിക്കാൻ സാധിക്കുക. ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവുകയും ആ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാൻ ആവശ്യമായ സാമ്പത്തിക ശേഷി ഉണ്ടാവുകയും ചെയ്യുക എന്നതല്ല ഗിന എന്ന് പറയുന്നത്. റസൂലുള്ളാഹി പറയാം, വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്, മാനസികമായ ഐശ്വര്യമാണ് ഐശ്വര്യം. ആ മാനസികമായ ഐശ്വര്യം ഉള്ള ഒരാൾക്ക് കാര്യമായ സ്വത്തോ അനുഗ്രഹങ്ങളോ ഒന്നുമില്ലെങ്കിലും അവൻ മാനസികമായ സംതൃപ്തിയിലായിരിക്കും. മാനസികമായ ഗിനൻ നഫ്സ് ഇല്ലാത്ത ആൾ എത്ര വലിയ ലക്ഷപ്രഭുവും കോടീശ്വരനായിരുന്നാലും അവൻ ഞാനൊന്നും ഇല്ലാത്തവനാണെന്ന് അവന് തോന്നുക. അതതിന്റെ പ്രത്യേകത. അപ്പൊ ഗിനൻ നഫ്സാണ് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം. ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന, നമ്മൾ മനസ്സിലുണ്ടാക്കിയെടുക്കേണ്ടുന്ന ഒരു സ്വഭാവമാണ്. വിശുദ്ധ ഖുർആൻ ധർമ്മം ചെയ്യണമെന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. വിശ്വാസികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, അവരെ നിങ്ങൾ പ്രത്യേകം തെരഞ്ഞുപിടിച്ച് ധർമ്മം ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞു. ആരാന്നറിയോ? ഖുർആൻ പറയാം, യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാഅ മിനത് തഅഫുഫി തഅരിഫുഹും ബിസീമാഹും ലാ യസ്അലൂന അന്നാസ ഇൽഹാഫാ. ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ആരോടും പറയാതെ അവന്റെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് ഉള്ളത് കൊണ്ട് ഞെങ്ങിയും ഞെരിഞ്ഞും അങ്ങനെ കഴിഞ്ഞു പോടുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. അങ്ങനെ ആയിരിക്കണം. എന്നിട്ട് അല്ലാഹ് പറയാ, യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാഅ മിനത് തഅഫുഫ്, അവരെങ്ങനെ പവിത്രമായ ജീവിതം നയിക്കുന്നു എന്നതുകൊണ്ട് അവരെ കുറിച്ച് അറിയാത്ത ആളുകൾ അവര് വലിയ ധനികരാണെന്ന് വിചാരിക്കും. തഅരിഫുഹും ബിസീമാഹും, അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ അറിയാം അവർക്ക് പ്രയാസം ഉണ്ടെന്നുള്ളത്. അവരുടെ അടയാളങ്ങളിൽ അറിയാം. ലാ യസ്അലൂന അന്നാസ ഇൽഹാഫ, അവര് ആളുകളോട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുകയില്ല. എനിക്ക് വല്ലതും തരണം എന്ന് പറഞ്ഞ് ചോദിച്ചൊന്നും ബുദ്ധിമുട്ടിക്കൂല. ഒരുപാട് പ്രയാസങ്ങളും ആവശ്യങ്ങളൊക്കെ അവർക്കുണ്ട്. എന്നിട്ടും ആ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് അവരങ്ങനെ കഴിഞ്ഞുകൂടാ. അവരുടെ വിഷമവും പ്രയാസമൊക്കെ നിങ്ങൾക്ക് അവരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ പവിത്രമായ ജീവിതം നയിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം. ഖുർആൻ പറയാം. എന്നിട്ട് പറയാ, മാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അള്ളാഹ് കൃത്യമായിട്ട് അറിയും. അതുകൊണ്ട് അങ്ങനെയുള്ള അർഹരായ ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ജീവിക്കുന്നവരെ കണ്ടുപിടിച്ച് സഹായിക്കാൻ നമുക്ക് കഴിയും. എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹു ഏറ്റവും വലിയൊരു ഗുണമായിട്ട് പറയുകയാണെന്ത്, ഞെരുക്കവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ആ ഞെരുക്കവും പ്രയാസവും ഒക്കെ സഹിച്ചുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് യാചിക്കാതെ അച്ചടക്കത്തോടു കൂടി അങ്ങനെ ജീവിക്കുന്ന ആൾക്കാര്, അവര് അഭിമാനം സംരക്ഷിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്, പവിത്രതയുള്ളവരാണ് എന്ന് പറയാൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന ഒരു സ്വഭാവമാണ് അതെന്ത്, എത്ര പ്രയാസം ഉണ്ടെങ്കിലും എന്തൊക്കെ ഐശ്വര്യം നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ തൃപ്തിപ്പെടാൻ കഴിയാന്നുള്ളത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പലപ്പോഴും അതിന് സാധിക്കണമെങ്കിൽ നമ്മളെക്കാൾ പ്രയാസം അനുഭവിക്കുന്നതിലേക്ക് നോക്കണം. ഇപ്പൊ നമുക്ക് ഹൈറ്റ് വിചാരിച്ചത്ര ഹൈറ്റ് ഇല്ല, അല്ലെങ്കിൽ ആരോഗ്യമല്ല. അപ്പൊ നമുക്ക് സമാധാനം കിട്ടും. നടക്കാൻ പോലും കഴിയാത്ത വികലാംഗന്മാരായ ആളുകളിലേക്ക് നോക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണം, നിങ്ങളെക്കാൾ മുകളിലുള്ളവരേക്ക് നോക്കരുത്. അള്ളാഹ് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ നിസ്സാരമായി കാണാതിരിക്കാൻ ഏറ്റവും നല്ലത് അതാണ്. നിങ്ങളെക്കാൾ പ്രയാസം അനുഭവിക്കുന്നത്. അപ്പൊ എനിക്ക് ഒരു ചെറിയ ഓട്ടോ കാറാണുള്ളത് എങ്കിൽ ഞാൻ അതുപോലും ഇല്ലാതെ യാത്രക്ക് പ്രയാസപ്പെടുന്ന എത്ര ആളുകൾ നാട്ടിലുണ്ട് എന്ന് ചിന്തിക്കാം. അപ്പൊ സമാധാനം കിട്ടുന്നത്. അങ്ങനെ എനിക്ക് 2 വീലർ മാത്രമേ ഉള്ളൂ, അതുപോലും ഇല്ലാത്ത ആളുകളുണ്ടല്ലോ, നടക്കാൻ പോലും കഴിയാത്ത ആളുകളുണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കുമ്പോ എന്താകും,
നഫ്സോട് കൂടി ജീവിക്കാൻ പറ്റുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലമ, മുസ്ലിം ആയവൻ വിജയിച്ചിരിക്കുന്നു. ഒരാൾ മുസ്ലിം ആയാൽ അവൻ വിജയിച്ചു വന്നു. എന്താണ് മുസ്ലിം ആയാൽ അവൻ്റെ അടുത്ത് ഒരു മുസ്ലിം ഉണ്ടാവേണ്ടുന്ന എല്ലാ സ്വഭാവ ഗുണങ്ങളും ഉണ്ടാവും. ജീവിതത്തിൽ ഐശ്വര്യവും പ്രയാസവും, ഐശ്വര്യം ഇല്ലാതെ പ്രയാസവും ദാരിദ്ര്യം ഒക്കെ ഉണ്ടെങ്കിലും അവൻ മുസ്ലിമാണ്, ഞാൻ അള്ളാന്റെ അടിമയാണ്, അള്ളാഹ് നൽകിയത് ഞാൻ തൃപ്തിപ്പെടാൻ തയ്യാറാണ് എന്നൊരു ചിന്ത ഉണ്ടാവും. അത് അഫ്ലഹ മൻ അസ്ലമ, മുസ്ലിം ആയവൻ വിജയിച്ചു. മുസ്ലിം ആവണം എന്നാ വിജയിച്ചു. എന്നിട്ടോ റുസിഖ കഫാഫ, അവന് ജീവിതത്തിന് ഉപജീവനത്തിന് മതിയായത് നൽകപ്പെട്ടിരിക്കുന്നു. ദാരിദ്ര്യമില്ലാതെ പട്ടിണില്ലാതെ ഒത്തുഒപ്പിച്ചു അങ്ങനെ കഴിഞ്ഞുകൂടാനുള്ള വകുപ്പ് അള്ളാഹ് നൽകിയിട്ടുണ്ട്. തട്ടിമുട്ടി ഒപ്പിച്ച് അങ്ങനെ പോകാനുള്ള വകുപ്പ് അള്ളാഹ് നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാള്, അതില് തൃപ്തിപ്പെടുന്ന ഒരാള്, അങ്ങനത്തെ ഒരു മുസ്ലിം വിജയിച്ചിരിക്കുന്നു. അള്ളാഹ് അവന് നൽകിയതിൽ അള്ളാഹു അവനെ തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള മുസ്ലിം ആയ ഒരാൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വിജയിച്ചവരുടെ കൂട്ടത്തിലായിരിക്കണം ഞാനും നിങ്ങളും. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹുവിനോട് ധാരാളമായി ആവർത്തിച്ച് പറയാം. പക്ഷേ അള്ളാഹു പൊതുവെ പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു വര വരച്ചിട്ടുണ്ടല്ലോ. അള്ളാഹുവിന്റെ പൊതുവെ മനുഷ്യർക്ക് അള്ളാഹു ഒരു ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്, സമ്പത്തിന്, ആരോഗ്യത്തിന്, അതുപോലെ തന്നെ മറ്റെല്ലാ ഭൗതിക അനുഗ്രഹങ്ങൾക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു പക്ഷെ പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും. ഉയരം കുറഞ്ഞ ഒരാള്, വളർച്ചയുടെ പ്രായം കഴിഞ്ഞു, അവൻ മരണം വരെ പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ഉയരം കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം അത് അള്ളാഹുവിന്റെ പ്രകൃതി നിയമമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരാള് ആ നൽകപ്പെട്ടതിൽ തൃപ്തിപ്പെടുക. അങ്ങനെ തൃപ്തിപ്പെടാൻ സാധിക്കുന്ന ഒരവസ്ഥ വിശ്വാസിക്ക് ഉണ്ടാവണമെന്ന് നോക്കൂ. നമ്മള് എല്ലാ ഭൗതിക ജീവിതത്തില് മനുഷ്യന് സമ്പത്ത്, ആരോഗ്യം, സൗന്ദര്യം, അതുപോലെ തന്നെ മറ്റ് ജീവിത സൗകര്യങ്ങൾ, കുടുംബ ജീവിതത്തിലെ സംതൃപ്തി, ദാമ്പത്യ ജീവിതത്തിലെ സംതൃപ്തി, ഇതൊക്കെ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടാണ്. സമ്പത്തുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, ആരോഗ്യമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, ഉയരം കൂടിയവരുണ്ട്, കുറഞ്ഞവരുണ്ട്, തടി നല്ല കൂടിയവരുണ്ട്, മെലിഞ്ഞ ശരീരമുള്ള ആളുകളുണ്ട്. കുടുംബത്തില് നല്ല ഒരു സംതൃപ്തമായ കുടുംബം കിട്ടിയ ആളുകളുണ്ട്, മക്കളെ കിട്ടാത്തവരുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വേണ്ടുവോളം അനുഭവിക്കുന്ന ആളുകളുണ്ട്, അത് വേണ്ടത്ര കിട്ടാത്ത ആളുകളുണ്ട്. ഇങ്ങനെ പല നിലക്കുള്ള ആളുകളുണ്ട്. ഇവർക്കൊക്കെയും അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടാൻ സാധിക്കണമെങ്കിൽ ഇതൊരു പരീക്ഷണത്തിന്റെ ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ള ചിന്ത ആദ്യമായിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ ജീവിതത്തില് സമാധാനവും വിജയവും ഉണ്ടാവണമെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ ഉറക്കം വരാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പരീക്ഷണത്തിന്റെ ലോകത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നുള്ള ഉറച്ച ഒരു വിശ്വാസം, ഈമാൻ നമുക്കുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹ് നൽകിയതിൽ തൃപ്തിപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ. ആ പരീക്ഷണത്തിന്റെ ലോകത്ത് ഖുർആൻ പറഞ്ഞില്ലേ, ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ കുറെ കളിയും തമാശയാണ്. അങ്ങനെ കഴിഞ്ഞുകൂടും. ദാറുൽ ആഖിറത്താണ് നിങ്ങൾക്ക് ജീവിക്കാനുള്ളത്. ഇത് വളരെ നിസ്സാരമായ ചെറിയൊരു ജീവിതമാണ്. വളരെ നിസ്സാരമായ, ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത വളരെ നിസ്സാരമായ ചെറിയൊരു ജീവിതം. ഏത് സമയത്താണ് അവസാനിക്കാന്ന് പറയാൻ പറ്റാത്ത അത്രയും ഒരു നിസ്സാരമായ ഒരു ജീവിതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കൊതുകിന്റെ ചിറകിനുള്ള വില പോലും അള്ളാഹു ഈ ദുനിയാവിലെ ജീവിതത്തിന് കൽപ്പിച്ചിട്ടില്ല. അത്രക്ക് നിസ്സാരമായ ജീവിതം, ചെറിയ ജീവിതമാണ്. എപ്പോഴാണ് നിന്നു നമുക്ക് തന്നെ പറയാൻ പറ്റുമോ? നമ്മളൊന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങി അപ്രതീക്ഷിതമായ ഒരു വാഹനം ബ്രേക്ക് പൊട്ടി വന്നാൽ കഴിഞ്ഞില്ല നമ്മളെ കഥ. അള്ളാഹു മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിലൊക്കെ നമ്മൾ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. പക്ഷെ അത്രയുള്ളൂ മനുഷ്യന്റെ ജീവിതം. അത് നമുക്ക് അറിയാം, നമ്മൾ കാണുന്നതാണ്. എത്ര പെട്ടെന്നാണ് അപ്രതീക്ഷിതമായിട്ടാണ് ഓരോരോ മരണമൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹ് പറയാണ്, കുറെ കളിയും തമാശയും ഒക്കെയാണ് ഈ ജീവിതം. നിങ്ങൾക്ക് ജീവിക്കാനുള്ള ലോകം വരാനിരിക്കുന്ന ദാറുൽ ആഖിറത്താണ്, പരലോകമാണ്. ലൗ കാനു യഅലമൂൻ, വിവരമുണ്ടെങ്കിൽ, ചിന്തിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ
എന്ന് അള്ളാഹ് പറയാം. എന്നിട്ട് അള്ളാഹ് പറയാണ്, നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ അല്ലേ, അതെല്ലാം കൂടി ദുനിയാവിൽ നിന്ന് ഒരിക്കലും ഞാൻ തരില്ല. അള്ളാഹ് അങ്ങനെ തന്നെ കൃത്യമായിട്ട് ദുനിയാവിൽ നിന്ന് എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റാൻ സാധ്യമല്ല. എന്നിട്ട് അള്ളാഹ് പറയാം, വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾക്ക് അവിടെ ആ ദാറുൽ ആഖിറത്തില് നിങ്ങൾ വിജയികളായിക്കൊണ്ട് അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് സമാധാനത്തോടുകൂടി ഈമാനോടുകൂടി അങ്ങനെ ജീവിച്ച് അള്ളാഹുവിൽ ജീവിതം അർപ്പിച്ചുകൊണ്ട് അങ്ങനെ ജീവിച്ച് റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു പോയാൽ വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ വാദിക്കുന്ന ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അള്ളാഹ് ഖുർആനിലൂടെ അറിയിച്ചതാണ്. അപ്പൊ ഖുർആനിൽ വിശ്വസിക്കുന്ന ആള്, ഈ ദുനിയാവിലെ ജീവിതം പരീക്ഷണമാണെന്ന് വിശ്വസിക്കുന്ന ആള്, ഒരു യാത്രയിലാണ്, പരലോകത്തേക്കുള്ള ഒരു യാത്രയിൽ, ഒരു ഇടത്താവളത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് എന്ന് വിശ്വാസമുള്ള ആള്, അങ്ങനെ വിശ്വാസമുള്ള ആൾക്ക് മാത്രമേ ഭൗതിക ജീവിതത്തിൽ അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടാൻ സാധിക്കൂ. ഇപ്പൊ നിങ്ങൾ ഈ അടുത്ത കാലത്ത് നടക്കുന്ന ആത്മഹത്യകൾ വളരെ വ്യാപിച്ചിട്ടുണ്ടല്ലോ, ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒക്കെ. അതിനൊക്കെ കാരണം എടുത്തു നോക്കി നിങ്ങൾ. ഒന്നുകിൽ സാമ്പത്തികമായ പ്രയാസം, കടത്തിലായി പോയി, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ, കുടുംബത്തോടുകൂടി ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ രോഗത്തിനടിമപ്പെട്ടിട്ട് അപ്രതീക്ഷിതമായി നല്ല സന്തോഷത്തിൽ ജീവിക്കായിരുന്നു, അപ്രതീക്ഷിതമായി രോഗത്തിന് അടിമപ്പെട്ടു പോയി, വലിയ ഷോക്കായി തീരും ജീവിതത്തിൽ. അപ്പം നിരാശരായിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ, ഈ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഒരുപോലെ സംതൃപ്തി കിട്ടാറില്ല. പലപ്പോഴും ഓരോ വ്യക്തിയും ദാമ്പത്യ സുഖത്തിന്റെ കാര്യത്തിൽ വ്യത്യസ്ത രൂപത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ചില ആളുകള് അത്തരത്തിലുള്ള പ്രയാസം കൊണ്ട് 4-5 മക്കളായിട്ട് ചാടിപ്പോകുന്ന ആളുകളുണ്ട്. ഭാര്യയെയും മക്കളെയും ഒഴിവാക്കി പോയി വേറെ വിവാഹം കഴിക്കുന്ന ആളുകളുണ്ട്. ഭർത്താവിനെ ഒഴിവാക്കി മക്കളെയും വിട്ടുകൊണ്ട് ഭാര്യ ചാടിപ്പോകുന്നതുണ്ട്. ഇങ്ങനെ ഒരുപാട് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് സമൂഹത്തിൽ വ്യാപകമായൊരു വൃത്തികേടാണ് ഈ ദാമ്പത്യ സുഖത്തിന് വേണ്ടി ഭാര്യമാരെ കൈമാറ്റം ചെയ്യാന്നുള്ളത്, ഭാര്യമാരെ എക്സ്ചേഞ്ച് ചെയ്യാന്നുള്ളത്. നമ്മുടെ സമൂഹത്തിൽ ഒരുപക്ഷെ ഇവിടെ നിന്ന് അത്രത്തോളം വ്യാപകമായിട്ടുണ്ടാവില്ല. പല നാടുകളിലും പല ആളുകൾക്കിടയിലും വ്യാപകമായ ഒരു വൃത്തികേടാണ്. അതെന്താ കാരണം എന്ന് ചോദിച്ചാല്, അവനവൻ ലഭിച്ച ഇണയിൽ നിന്ന് കിട്ടുന്ന തൃപ്തി പോരാതെ പുതിയ സുഖത്തിന്റെ മേച്ചിൽപ്പുറങ്ങൾ തേടുക. അവിടെയുള്ള പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, എല്ലാവരും ലൈംഗിക ദാമ്പത്യ ആ സുഖത്തിന്റെ കാര്യത്തിൽ അതൊക്കെ വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പൊ മിക്കവാറും അത്തരത്തിലുള്ള വൃത്തികേടുകൾ ഇടപെടുന്ന ആളുകളൊക്കെ ദാമ്പത്യ ജീവിതം പരാജയപ്പെടുകയും അവര് കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും എത്തിപ്പെടുകയും ചെയ്യും. കുടുംബം പരാജയപ്പെടുന്നു ജീവിതം. അവിടെ അവനവന് അള്ളാഹു നൽകിയ സുഖം മതി എന്ന് വിചാരിച്ച് തൃപ്തിപ്പെട്ട് ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ജീവിതം അള്ളാഹു കണക്കാക്കി അവസാനം വരെ സന്തോഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലാതെ ഭാര്യമാരെ കൈമാറ്റം ചെയ്യുമ്പോ ഒരുപക്ഷെ അപരനിൽ നിന്ന് ഭർത്താവിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ സുഖം കൂടുതൽ കിട്ടിയാൽ അവളുമായി പാട്ടിന് പോകും. അങ്ങനെ ദാമ്പത്യം കൊലപാതകത്തിൽ കലാശിക്കും, ആത്മഹത്യയിൽ കലാശിക്കും. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുർഖാനിലും സൂറത്ത് ഇസ്രായിലും നമ്മള് ഈ സമൂഹത്തിൽ നിന്ന് സമൂഹത്തെ നോക്കിക്കൊണ്ട് സമൂഹത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിന്റെ ഖുർആൻ യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടേണ്ട ആളുകളാണ്. ഖുർആനിൽ 2 സ്ഥലത്ത്, സൂറത്ത് ഇസ്രായിലും സൂറത്ത് ഫുർഖാനിലും സിനയെ കുറിച്ച് പറഞ്ഞ ഉടനെയാണ്, അല്ലെങ്കിൽ സിനയോട് ചേർത്തുകൊണ്ടുമാണ് കൊലപാതകത്തെ പറഞ്ഞിട്ടുള്ളത്. മിക്കവാറും അവിഹിതങ്ങളും വ്യഭിചാരങ്ങളും ഒക്കെ കൊലപാതകത്തിൽ കലാശിക്കും. ഈ പറഞ്ഞ വൃത്തികേടുണ്ടല്ലോ, ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യമാരെ കൈമാറ്റം ചെയ്യുമ്പോ അവരനോടാണ് എന്റെ ഭാര്യക്ക് കൂടുതൽ താല്പര്യമെന്ന് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോ ഭാര്യയെ കൊല്ലും. അപ്പൊ ഖുർആനില് വ്യഭിചാരത്തെ നിങ്ങൾ വ്യഭിചാരത്തെ അടുക്കരുത്, അത് വൃത്തികേടാണ്, മോശപ്പെട്ട മാർഗമാണ് എന്ന് പറഞ്ഞ ഉടനെയാണ് നിങ്ങൾ പവിത്രമായ മറ്റൊരുത്തനെ നിങ്ങൾ വധിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ വ്യഭിചാരത്തെയും കൊലപാതകത്തെയും ഖുർആനിൽ ചേർത്തി പറഞ്ഞിരിക്കുന്നു.
അപ്പൊ മിക്കവാറും പറഞ്ഞ രൂപത്തിലുള്ള അവിഹിതങ്ങളൊക്കെ കൊലപാതകത്തിൽ കലാശിക്കുന്നതായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാം. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, ഖുർആൻ പഠിപ്പിക്കുന്ന നിയമനിർദ്ദേശങ്ങളെ ഉൾക്കൊള്ളുക, എന്നിട്ട് അള്ളാഹുവിലുള്ള വിശ്വാസം സുദൃഢമാക്കുക, പരലോകത്തുള്ള വിശ്വാസം സുദൃഢമാക്കുക. ഭൗതിക ജീവിതത്തിൽ, ഈ ജീവിതത്തിൽ അള്ളാഹു എനിക്ക് നൽകിയ അനുഗ്രഹം, ഇപ്പൊ സമ്പത്ത് നമുക്ക് വേണ്ടത്ര നൽകപ്പെട്ടിട്ടുണ്ടാവില്ല, സൗന്ദര്യം വേണ്ടത്ര നൽകപ്പെട്ടിട്ടുണ്ടാവില്ല, ആരോഗ്യം വേണ്ടത്ര നൽകപ്പെട്ടിട്ടുണ്ടാവില്ല. ഈ നൽകപ്പെട്ടതിൽ അള്ളാഹുവേ, ഈ പരീക്ഷണത്തിന്റെ ലോകത്ത് നീ നൽകിയതിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇനിയും വല്ലതും ലഭിക്കണമെങ്കിൽ ആത്മാർത്ഥമായി റബ്ബിനോട് ചോദിക്കാം. അത് ഗുണകരമാണെങ്കിൽ റബ്ബ് നൽകുകയും ചെയ്യും. പക്ഷെ പലപ്പോഴും പ്രകൃതി നിയമങ്ങളിൽ ചില കാര്യങ്ങൾ അള്ളാഹു നൽകാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വളർച്ചയുടെ പ്രായം കഴിഞ്ഞ ഒരാൾ, അയാൾ ഒരു പക്ഷെ മരണം വരെ എനിക്ക് ഉയരം തരണമെന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പം സാധിച്ചു കൊള്ളണമെന്നില്ല. അത് പ്രകൃതി നിയമമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ തൃപ്തിപ്പെട്ടുകൊണ്ട്, അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകുമ്പോ വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും, നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അവിടെ അതൊക്കെ നിങ്ങൾക്കുണ്ട്. വലക്കും ഫീഹാ മാ തദ്ദഉൻ, നിങ്ങൾ തേടുന്നതൊക്കെ നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ആ നിലക്ക് ഭൗതിക ലോകത്ത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നന്ദി ഉണ്ടാവുകയും, നൽകപ്പെടാത്ത അനുഗ്രഹങ്ങളിൽ വേവലാതിയില്ലാതെ നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ കുടുംബ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവും, ദാമ്പത്യ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും വിജയവും ഉണ്ടാകും. അതുപോലെ തന്നെ ഭൗതിക ലോകത്ത് സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. നാളെ റബ്ബിന്റെ അടുക്കലേക്ക് തിരിച്ചു വരുമ്പോൾ എല്ലാ പ്രയാസങ്ങളും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തതിന്റെ പേരിൽ അത്യുന്നതമായ സ്ഥാനവും പദവിയും അള്ളാഹു നൽകുകയും ചെയ്യും. ആ നിലക്ക് അത്യുന്നതമായ വിജയം നേടിയെടുക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫിൽ മഖ്ലൂഖീൻ വറഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിച്ച് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമെന്ന് ഉണർത്തുകയാണ്. ഇന്ന് ജൂൺ 5-ാം തീയതിയാണ്. ജൂൺ 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ദിവസമാണ്. നമ്മൾ ജീവിക്കുന്ന പ്രകൃതിയിൽ മനുഷ്യന്റെ ഈ പ്രകൃതി വിഭവങ്ങൾ അമിതമായി ചൂഷണം ചെയ്ത് പ്രകൃതിയുടെ താളം തെറ്റാൻ തുടങ്ങിയപ്പോൾ മനുഷ്യരോട് പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണമെന്ന് ബോധമുണ്ടാക്കാൻ അത്തരത്തിലുള്ളൊരു ദിനം നിശ്ചയിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെ, പ്രകൃതിയെ, പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ ഒരു ദിനം നിശ്ചയിച്ചുകൊണ്ട് ബോധവൽക്കരിക്കേണ്ടുന്ന ആവശ്യമില്ല. കാരണം അതവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഖുർആനിൽ അല്ലാഹു നമ്മെ കുറിച്ച് പറഞ്ഞത് വഹുവല്ലദീ ജഅലക്കും ഖലായിഫൽ അർദ്, ഈ ഭൂമിയുടെ കൈകാര്യകർത്താക്കളാക്കിയിരിക്കുന്നു നിങ്ങളെ അവൻ അല്ലാഹു. ഈ ഭൂമിയുടെ നിയന്ത്രണം, കൈകാര്യം മനുഷ്യരായ നമ്മുടെ കയ്യിലാണ്. കരയും കടലും ഉപയോഗപ്പെടുത്തുന്നത് മനുഷ്യരായ നമ്മളാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവികളെ വരെ നിയന്ത്രിക്കാനും ഉപയോഗപ്പെടുത്താനും കഴിവുള്ളവർ നമ്മളാണ്. ഇവിടുത്തെ കൃഷിയും മറ്റെല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് മനുഷ്യരാണ്. കടലും ഉപയോഗപ്പെടുത്തുന്നു, കടലിലെ മത്സ്യങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു. കരയും കടലും ഒക്കെ മനുഷ്യന്റെ ആധിപത്യത്തിലാണ്. മറ്റൊരു ജീവിക്കും മനുഷ്യനോളം ആധിപത്യമില്ല. അത് അള്ളാഹു നൽകിയ ആധിപത്യമാണ്. വഹുവല്ലദീ ജഅലക്കും ഖലായിഫൽ അർദ്, ഭൂമിയുടെ കൈകാര്യകർത്തൃത്വം നിങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്നു അവൻ. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഒരു കാര്യത്തിലും മനുഷ്യൻ അതിരുവിടാൻ പാടില്ല, അതിരുവിട്ട ചൂഷണം പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ ഒളു ചെയ്യുമ്പോൾ വെള്ളം അമിതമായി ഉപയോഗിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇതെന്തൊരു ദുർവ്യയമാണ് സഅദ്. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വെള്ളത്തിലും അമിത വ്യയമുണ്ടോ? തീർച്ചയായും ഉണ്ട്. നീ ഒഴുകുന്ന പുഴയിലാണെങ്കിൽ പോലും നിന്റെ ആവശ്യത്തിന് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, ദുരുപയോഗം ചെയ്യാൻ പാടില്ല, അമിതമായ വ്യയം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളും
അതിനെ ചൂഷണം ചെയ്യാതെ മിതമായ നിലക്ക് ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക എന്നതും പ്രകൃതിയെ സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതും വിശ്വാസിയുടെ ആവശ്യമാണ്. ഖുർആനിൽ അല്ലാഹു ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും കുഴപ്പങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചതിനാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ പ്രപഞ്ചത്തിൽ വായു അല്ലാഹു സൃഷ്ടിച്ചത് ശുദ്ധമായ വായുവാണ്. വെള്ളം അല്ലാഹു സൃഷ്ടിച്ച ശുദ്ധമായ വെള്ളമാണ്. ഈ പ്രകൃതിയിലെ എല്ലാം പരിശുദ്ധമായിട്ടാണ് അല്ലാഹു സൃഷ്ടിച്ചത്. പക്ഷെ ആ വായുവിനെ മലിനമാക്കിയത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ്. വെള്ളത്തെ മലിനമാക്കിയത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ്. പുഴയെയും അതുപോലെ തന്നെ അരുവികളെയും തടാകങ്ങളെയും ഒക്കെ മലിനമാക്കിയത് മനുഷ്യന്റെ കൈകാര്യം കൊണ്ടാണ്. അല്ലാതെ അതൊക്കെ ശുദ്ധമായിരുന്നു. അപ്പൊ അള്ളാഹു സൃഷ്ടിച്ചതൊക്കെ പരിശുദ്ധമാണ്. വായുവും വെള്ളവും മണ്ണും എല്ലാം ശുദ്ധമാണ്. മണ്ണ് മലിനപ്പെടുത്തിയത് മനുഷ്യന്റെ അമിതമായ വളപ്രയോഗങ്ങളും രാസവളപ്രയോഗങ്ങളും മറ്റുമൊക്കെയാണ്. അപ്പം മനുഷ്യന്റെ അതിരുവിട്ട ചൂഷണമാണ് ഈ പ്രകൃതിക്ക് പോറലേൽപ്പിച്ചത്. ഇന്നിപ്പോ ആഗോള താപനില വർദ്ധിച്ചിട്ട് ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുമലകളൊക്കെ ഉരുകി ഒലിച്ച് സമുദ്രത്തിൽ വെള്ളം വർദ്ധിക്കുകയും ഭൂമി ചൂട് കൂടിയിട്ട് മനുഷ്യർക്ക് അല്ലെങ്കിൽ ജൈവ ലോകത്തിന് നിലനിൽപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യാം. അവിടെയൊക്കെ ഈ ഭൂമിയെയും പ്രകൃതിയെയും മണ്ണും വെള്ളവും വായുവും ഒക്കെ ശുദ്ധമാക്കി നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്നത് വിശ്വാസിയുടെ ബാധ്യതയായിട്ട് ഖുർആനിലും ഹദീസിലും നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഖർസൻ ഇല്ലാ കാന മാ ഉകില മിൻഹു ലഹു സദഖ. നിങ്ങൾ ഭൂമിയിൽ ചെടികൾ നട്ടു, വൃക്ഷങ്ങൾ നട്ടു, കൃഷി ചെയ്തു, എന്നിട്ട് അതിൽ നിന്ന് പക്ഷികളും ജീവികളും ഒക്കെ തിന്നുപോയി. അപ്പൊ നിങ്ങൾക്ക് പലപ്പോഴും നഷ്ടം വരും. പക്ഷെ അത് നഷ്ടമല്ല, അത് നിങ്ങൾക്ക് സദഖയാണ് എന്നാ. അത് നിങ്ങൾക്ക് പരലോകത്തേക്കുള്ള സമ്പാദ്യമാണെന്ന്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കൃഷി അതുപോലെ തന്നെ മറ്റു പലതും പക്ഷികളും മൃഗങ്ങളൊക്കെ തിന്നു പോകുന്നുണ്ടെങ്കിൽ അത് കാനലഹു സദഖ. അതുകൊണ്ട് ഒരാളും കൃഷി ചെയ്യാതിരിക്കരുത്, ചെടികൾ നടാതിരിക്കരുത് എന്ന് പഠിപ്പിക്കാൻ. അതുപോലെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ഖാമത്തിസ് സാഅ, അന്ത്യദിനം സംഭവിക്കുന്ന സമയമാണെങ്കിൽ, വബിയദി അഹദികും ഫസീല, നിങ്ങളുടെ ഒരാളുടെ കയ്യിൽ ഒരു ചെടിയുണ്ട്, ഫൈനിസ്തത അല്ലാ യഖും ഹത്താ യഗ്രിസഹാ ഫൽയഫൽ, നിങ്ങൾക്ക് അന്ത്യദിനം സംഭവിക്കാണെന്ന് ഉറപ്പുള്ള ഘട്ടം, ആ ഉറപ്പുള്ള ഘട്ടത്തിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭൂമിയിൽ നടാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് നടണം. നോക്കിങ്ങള്, മരണം സംഭവിക്കുമെന്ന് കരുതിക്കൊണ്ടോ, മരിച്ചു പോകുമെന്ന് കരുതിക്കൊണ്ടോ, അന്ത്യദിനം സംഭവിക്കുമെന്ന് കരുതിക്കൊണ്ടോ ഒരു കാര്യത്തിൽ നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കാൻ. അപ്പൊ ഈ ഭൂമിയിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കണം, കൃഷികൾ ചെയ്യണം. അതിൽ നിങ്ങൾക്ക് വല്ല നഷ്ടവും സംഭവിച്ചാൽ, നിങ്ങൾക്ക് ജീവികളും പക്ഷികളും തിന്നുപോയിട്ട് നഷ്ടം സംഭവിച്ചാൽ നിങ്ങൾക്ക് പരലോകത്തേക്ക് അത് സമ്പാദ്യമാണ്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഒന്നിനെയും അതിരുവിട്ട് ചൂഷണം ചെയ്യാൻ പാടില്ല. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനും ഹദീസ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരാം. അതുകൊണ്ട് ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്ന് പഠിപ്പിക്കാൻ പ്രത്യേകമായൊരു ദിനത്തിന്റെ ആവശ്യമില്ലാത്ത വിധം വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മളത് ചെയ്യണം. ഈ നിലക്ക് ദീനിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് നമ്മുടെ ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. സർവശക്തനായ റബ്ബേ, യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് ജീവിച്ച് ആ കലിമത്ത് തൗഹീദ് അംഗീകരിച്ച് മരിക്കുന്ന വിശ്വാസികളിൽ, വിജയികളിൽ ഞങ്ങൾ ഓരോരുത്തരും നീ ഉൾപ്പെടുത്തുന്ന റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങൾ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ ബന്ധുമിത്രാദികളായിട്ടുള്ള ആളുകൾ, വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ബന്ധുക്കൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിലും സമ്പത്തിലും സന്താനങ്ങളിലും ഒക്കെ നീ റഹ്മത്തും ബർക്കത്തും ചൊരിയുകയും ചെയ്യണ റഹ്മാനെ. രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗത്തിന് നീ ശിഫ നൽകണ റഹ്മാനെ. സാമ്പത്തികവും ജോലി സംബന്ധവുമായ പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകൾ നാഥ, ആ പരീക്ഷണത്തെ നീ നീക്കിത്തരണ റഹ്മാനെ. നാഥ, എല്ലാ പരീക്ഷണ ഘട്ടങ്ങളിലും ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ ആവശ്യമായ കരുത്തുറ്റ ഈമാൻ ഞങ്ങൾ
ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ, രണ്ട് ലോകത്ത് നീ ഞങ്ങൾക്ക് ജീവിത വിജയം നൽകുന്ന റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.